ഹലോ, അപ്പം ഇന്നതാ ഞങ്ങളുടെ കുഞ്ഞു വൈകുന്നേരമാണ് കേട്ടോ കാണിക്കണേ. ഇതാ പാറക്കുട്ടി മണ്ണ് കളിക്കാണ് കേട്ടോ. മഴ പെയ്തിട്ട് മുറ്റമൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ട്. ചാരിക്കുട്ടി ഇതാ പാറക്കുട്ടി എന്തൊക്കെയാണ് ചെയ്യണത് അതൊക്കെ കണ്ട് നോക്കി മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. ഭാവിയിൽ അവൾക്കും ചെയ്യേണ്ടതല്ലേ. പിന്നെ ഇതാ ഞങ്ങൾ ഫോൺ നോക്കിയിട്ട് കുറേ ഗോഷ്ടിയൊക്കെ കാണിച്ചു കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസാണ് രാത്രി ഉണ്ടാക്കണേ. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പാറക്കുട്ടീനെയും ചാരിക്കുട്ടീനൊക്കെ കൈയും കാലും മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ചായ കൊടുത്തതാണ്. പൊരി കൊടുത്താലുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആകെ വീട് മൊത്തം പൊരിയായിരിക്കും. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് അടിച്ചു കയറിയിട്ടാണ് അവർക്ക് പൊരിയൊക്കെ കൊടുക്കാറ്. അതാകുമ്പോൾ നമുക്ക് വലിയ പൊടി ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിന് ശേഷം ഞാൻ ചാരിക്കുട്ടീനെ ഉറക്കാൻ പോയതാണ്. ചാരിക്കുട്ടിക്ക് ഉറക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാരിക്കുട്ടീനെ ഉറക്കാമെന്ന് കരുതി ചാരിക്കുട്ടീനെ ഉറക്കിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടന് ചായയൊന്നും വേണ്ട, കുടിച്ചിട്ടാണ് വരിക. അപ്പോൾ ഇതാ വന്ന പാടെ എനിക്ക് ക്യാരറ്റ് അരിഞ്ഞു തരാൻ നിന്ന ആൾ. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസാക്കി മാറ്റിയതിന് ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ കഴുകി അരി വേവിക്കാനായിട്ട് വെച്ചു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഷോർട്സായിട്ട് വീഡിയോ ആയിട്ടൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. പിന്നെ അതാ ഞാൻ ചിക്കൻ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി. വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഓയിലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഊറ്റി വെച്ചു. ആദ്യമായിട്ടാണ് ഞാനൊരു 5 പേർക്കുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇതുവരെ 2 പേർക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം എന്താ ഞാൻ മുട്ട പൊരിച്ച് വെച്ചു. മുട്ട പൊരിച്ചപ്പോൾ എനിക്ക് പറ്റിയത് ചെറിയ ചെറിയ പീസായിപ്പോയി മുട്ട. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ വെജിറ്റബിൾസ് ജസ്റ്റ് ഓയിലിൽ ഒഴിച്ചിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുത്തു. പുറത്തുതാ നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ. മുറ്റത്തൊക്കെ ഇതാ വെള്ളം നിന്ന് തുടങ്ങി. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അവിടെ നല്ല രീതിക്ക് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ക്യാബേജും പിന്നെ കുറച്ച് കോളിഫ്ലവറുമാണ് കേട്ടോ. ബീൻസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ എടുത്തില്ല. പിന്നെ അതാ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും ഒഴിച്ചിട്ട് നമ്മുടെ റൈസ് ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ റൈസൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി അമ്മയ്ക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് പതിവ് പോലെ തന്നെ. അതിന് ശേഷം ഞാൻ മുട്ടയും ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ചുകൂടി സോയാ സോസും പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് പാകമാക്കി. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കിച്ചൻ്റെ കാര്യം ഒരു പരിവായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാനങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. അമ്മ ചൂടോടെ തന്നെ ഫ്രൈഡ് റൈസ് കഴിക്കാനുണ്ട്. അപ്പോൾ ചാരിക്കുട്ടി അതിൻ്റെ ഇടയിൽ പോയിട്ട് ഓരോ സ്പൂൺ വീതം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് അച്ഛൻ്റെയും മക്കളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ പാറക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പാറക്കുട്ടി ഉറങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവൾക്ക് ഏട്ടൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏട്ടൻ്റെ അടുത്ത് കൊടുക്കുകയാണ് അവൾ. രാത്രി ഏട്ടൻ ഉണ്ടാകുമ്പോൾ ഏട്ടൻ കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം, പാറുവിന് പ്രത്യേകിച്ചും. അങ്ങനെ ഏട്ടൻ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ്. സാലഡ് ഉണ്ടാക്കണമെന്ന് കരുതിയിരുന്നു ഞാൻ, പക്ഷേ മറന്നിട്ട് അവിടെ ഏട്ടൻ അവൾക്ക് ചോറ് കൊടുക്കുന്നത് നോക്കി അവിടെ ഇരുന്ന് പോയിട്ടോ. പിന്നെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർമ്മ സാലഡ് ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും വെറും ചോറ് തന്നെ കഴിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വേണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ പാറക്കുട്ടിയുടെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞു. ഇനി ഞാനും ഏട്ടനും കഴിക്കാൻ. ഏട്ടൻ ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് പാറക്കുട്ടിയും ചാരിക്കുട്ടിയൊക്കെ കുറച്ച് നേരം കളിച്ച് അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ തന്നെ ഇന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.